കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ആർദ്രമായ സ്വാഗതം. മുഴങ്ങിയ കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. 91-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വെടിവെച്ച് മഹത്വപ്പെടുത്തും. വലിയവനായി ദൈവത്തിൻ്റെ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് നാം അത് വായിച്ചത്. നാം എപ്പോഴൊക്കെ ദൈവത്തോട് അപേക്ഷിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മോട് കേട്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഒരു തെരുവ് സർക്കസുകാരൻ, അദ്ദേഹം തെരുവിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹം മറ്റുള്ളവരോട് ചോദിക്കുന്നു, അല്പം പണം തരാമെങ്കിൽ ഞാനൊരു സർക്കസ് കാണിക്കാം, അല്ലെങ്കിൽ അല്പം പണം തരാമെങ്കിൽ ഞാനൊരു മാജിക്ക് കാണിക്കാം. ജീവിക്കാൻ ഗതിയില്ല, എന്തെങ്കിലും തുച്ഛമായ പണം നിങ്ങൾ തരുന്നുവെങ്കിൽ ഞാനൊരു ട്രിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ പണം നൽകുന്നുണ്ട്, അവരുടെ മുമ്പിൽ ഒരു സർക്കസോ ഒരു മാജിക്കോ അദ്ദേഹം കാണിക്കും. ജീവിക്കാൻ വേണ്ടിയാ. വൈകുന്നേരം കിട്ടിയ പണം ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കഴിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുക. എൻ്റെ ദൈവം നമ്മിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ, നമ്മോടൊന്നും ചോദിക്കാതെ, നാം ചോദിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തക്ക സമയത്ത് തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, തൻ്റെ ധനത്തിനൊത്തവണ്ണം അമർത്തി കുലുക്കി നിറച്ചു തരുന്ന ഒരു നല്ല അളവുമായി ദൈവത്തിന് സ്തോത്രം നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. പലപ്പോഴും ചോദിക്കുവാൻ പോലും കഴിയാതെ ജീവിതം തകർന്ന് താറുമാറായി പോകുന്ന അവസരങ്ങളിലും നമ്മുടെ അടുക്കൽ ഓടിയെത്തി നമുക്ക് ആവശ്യമായതെല്ലാം നൽകിത്തരുന്ന ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സമൂഹം നിങ്ങളെ തള്ളിയാലും, സ്നേഹിതർ നിങ്ങളെ തള്ളിയാലും, ഭവനത്തിൽ നിന്ന് ആക്ഷേപിച്ചിറക്കി വിടേണ്ടപ്പെടേണ്ടി വന്നാലും, സമൂഹത്തിലെ നിന്ദയും പരിഹാസവും അനുഭവിക്കേണ്ടി വന്നാലും, ജീവിക്കുവാൻ ഗതിയില്ലെങ്കിലും, ഭവനമില്ലെങ്കിലും, പണമില്ലെങ്കിലും, ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും, വിദ്യാഭ്യാസമില്ലെങ്കിലും, ജോലിയില്ലെങ്കിലും, യേശു ക്രിസ്തുവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന, സ്നേഹിത, നമ്മുടെ ഹൃദയം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനോടുകൂടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിങ്ങലോടുകൂടെ, തകർച്ചയോടെ, കണ്ണുനീരോടെ കർത്താവിനോട് അപേക്ഷിക്കുന്ന ഏത് കാര്യങ്ങൾക്കും തക്ക സമയത്ത് മറുപടി തരുവാൻ ശക്തനായി കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, നിങ്ങളെപ്പോഴും സമയം ചെലവഴിക്കുന്ന നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ എഴുതി വെക്കണം, നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുതം ചെയ്യും, നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുതം പ്രവർത്തിക്കും. താഴെ ഒരു ക്വസ്റ്റ്യനോട് എഴുതണം, എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല? ഇത് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കരുതണം. നമ്മുടെ പ്രാർത്ഥന വിജയം ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതൊരു വലിയ അത്ഭുതമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല? കർത്താവ് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കുമെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? കഴിഞ്ഞ നാളുകളിൽ നമുക്ക് നഷ്ടമായി പോയ അനുഗ്രഹങ്ങൾ, നമുക്ക് നഷ്ടമായി പോയ വിജയങ്ങളുടെ എല്ലാം കാരണം ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടാണ്. കേവലം കണ്ണുകളടച്ച് എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി പറയുന്നതല്ല പ്രാർത്ഥന. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ഒന്ന് കണ്ണടച്ചു കൊടുക്കുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ഹൃദയത്തിൻ്റെ വിങ്ങലാണ്. തകർന്ന ഹൃദയത്തിൻ്റെ ദൈവത്തോടുള്ള ഒരു കമ്പി ബന്ധമാണ് പ്രാർത്ഥന. ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അതിന് പ്രത്യേക ഭാഷാ ശൈലിയൊന്നും ഉണ്ടാകണമെന്നില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെ, സ്തോത്രത്തോടെ, നന്ദിയോടെ, അപേക്ഷയോടെ, തകർച്ചയോടെ നമ്മുടെ തമ്പുരാനോട് അപേക്ഷിക്കുമ്പോൾ അതാണ് പ്രാർത്ഥന. അതാണ് കർത്താവ് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹിത, നമ്മുടെ രാത്രികൾ, നമ്മുടെ പകലുകൾ, നമുക്ക് ലഭിക്കുന്ന സമയം ദൈവസന്നിധിയിൽ വിങ്ങലോടെ, കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന രാത്രിയായി തീരട്ടെ. അതിന് മറുപടി തരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. സമയം വെറുതെ നഷ്ടമാക്കി കളയരുത്. ജീവിതത്തിൻ്റെ സമയങ്ങൾ വെറുതെ നഷ്ടമാക്കി കളയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അഴിയാത്തതായി ഒരു വാതിലുകളുമില്ല. പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നേടുവാൻ കഴിയാത്തതായി ഒരു നന്മയുമില്ല. കർത്താവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കട്ടെ. അതിന് കർത്താവ് മറുപടി തരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ അത്ഭുതം ചെയ്യും. താങ്കളുടെ പ്രാർത്ഥന അത്ഭുതം ചെയ്യും. പ്രാർത്ഥിച്ചു തുടങ്ങുക. ഈ ജീവനുള്ള കർത്താവിനോട്, ഈ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ.
അത്ഭുതം സംഭവിക്കും. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരൻ്റെ ദീനത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്നു. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കേൾക്കുവാൻ ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറിയിലുണ്ട്, നിങ്ങളുടെ സ്റ്റഡി റൂമിലുണ്ട്, നിങ്ങളോട് ചേർന്നുണ്ട്. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വാഹനത്തിലാണെങ്കിൽ അവിടെ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. പഠനശാലയിലാണെങ്കിൽ അവിടെ കർത്താവ് കൂടെയുണ്ട്. ഒന്ന്, ഹൃദയം തുറന്നവനോട് സംസാരിക്കാമോ? നമ്മുടെ കുറവുകളെ ഏറ്റുപറയാമോ? നമ്മുടെ പോരായ്മകളെ ഏറ്റുപറയാമോ? നമ്മുടെ അബദ്ധങ്ങളെന്ന് ഏറ്റുപറയാമോ? കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കാമോ? കർത്താവ് രക്ഷിക്കും. കർത്താവ് മറുപടി തരും. കാരണം അവന് മാത്രമേ നമ്മെ വിടുവിക്കുവാനും നമ്മെ പരിപാലിക്കുവാനും സഹായിക്കുവാനും കഴിവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളടയ്ക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കുകയും മറുപടി തരികയും ചെയ്യുന്ന ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വേണ്ടും പോലെ അപേക്ഷിക്കുവാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പ്രാർത്ഥനകൾ കേവലം ഒരു പ്രദർശനം മാത്രമായി തീർന്നു പോയോ എന്ന് ഞങ്ങൾ സന്ദേഹിക്കുന്നു കർത്താവേ. എന്നാൽ ഇന്ന് അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ അപേക്ഷിച്ചാൽ ഉത്തരമരുളുമെന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥന ആരംഭിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലഭിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയെ പകരണമേ. കർത്താവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ പോകട്ടെ. നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. മറുപടി തന്നെ അനുഗ്രഹിക്കണം. അഹങ്കരിച്ചു പോകുവാനിടയാകരുത്, നിഗളിച്ചു പോകുവാനിടയാകരുത്. ദൈവനാമത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ താന്നിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. കേട്ട ഏവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.